യേശുവിൽ പ്രിയമുള്ളവരെ, ആഘോഷങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. പെരുന്നാളായാലും ഉത്സവമായാലും കാർണിവലായാലും ഒക്കെ ആസ്വദിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ആഘോഷങ്ങൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആഘോഷങ്ങൾ നമ്മുടെ കൂട്ടായ്മയും സ്നേഹവും ഒക്കെ വർദ്ധിപ്പിക്കുന്നെങ്കിലാണ് ആഘോഷം അർത്ഥപൂർണമാകുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബൈബിളിലെ ഒരു ആഘോഷത്തെക്കുറിച്ചാണ്, ഒരു ഘോഷയാത്രയെക്കുറിച്ചാണ്. ആ ഘോഷയാത്ര നമുക്ക് നൽകുന്ന സന്ദേശത്തെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, യേശുവിൻ്റെ രാജകീയ പ്രവേശമാണ്. ജെറുസലം ദേവാലയത്തിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശനം. പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു നിലപാടുകളാണ്. ഈശോയ്ക്ക് എപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും ഒരു വ്യത്യസ്തമായ നിലപാടുകളാണ് എപ്പോഴും ഈശോ എടുക്കുന്നത് നമ്മൾ കാണുന്നത്. ഈശോയ്ക്ക് വ്യക്തമായ ഒരു നിലപാടുകളുണ്ട് എല്ലാ കാര്യങ്ങളിലും. അതെല്ലായിടത്തും തന്നെ നമ്മൾക്കത് കാണുവാനായിട്ട് സാധിക്കും. അത് രോഗികളെ സുഖപ്പെടുത്തുന്ന കാര്യത്തിലായാലും, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും, യാത്രയുടെ കാര്യത്തിലായാലും, ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്ന കാര്യത്തിലായാലും എല്ലാം ലോകം കാണുന്നത് പോലെയല്ല ഈശോയുടെ ഉപദേശങ്ങളൊക്കെ. നമുക്കറിയാം, ശത്രുക്കളെ ദ്വേഷിക്കുവിൻ എന്ന് പറയുന്നിടത്ത് നിന്ന് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന് പറയുന്നിടത്തേക്ക് ഈശോ എത്തിച്ചേരുകയാണ്. ഈശോയുടെ പഠനങ്ങളും പ്രബോധനങ്ങളും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ. ഈ ഘോഷയാത്രയിലും അങ്ങനെ ഒരു വ്യത്യസ്തമായ നിലപാട് ഈശോ സ്വീകരിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലുള്ള രാജകീയ പ്രവേശനത്തിൽ പറയുമ്പോൾ ഈശോ തന്നെ ഘോഷയാത്ര അറേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. നിങ്ങൾ അടുത്ത പട്ടണത്തിലേക്ക് ചെന്ന് അവിടെ കഴുതക്കുട്ടിയെയും കഴുതയും കെട്ടിയിരിക്കുന്നത് കാണും. യജമാനോട് പറയുക, ഗുരുവിന് ആവശ്യമുണ്ട്, അപ്പോൾ അവർ തരും. അങ്ങനെ കഴുതക്കുട്ടിയുടെ പുറത്താണ് എഴുന്നള്ളുക. ഒരു രാജകീയ പ്രവേശനം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആൾക്കാരുടെയൊക്കെ മനസ്സിൽ രാജാക്കന്മാരൊക്കെ എഴുന്നള്ളുന്നത് കുതിരപ്പുറത്ത് അല്ലെങ്കിൽ രഥങ്ങളിൽ, അങ്ങനെ വലിയ ആഘോഷമായ അല്ലെങ്കിൽ ആർഭാടമായ ഒരു രീതിയിലാണ്. പക്ഷേ ബൈബിൾ പറയുന്നു, അവിടുന്ന് വിനയാനിതനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്തിരുന്നു. അങ്ങനെ കഴുതപ്പുറത്തിരുന്നു കൊണ്ട് അവർ ദേവാലയത്തിലേക്ക് നീങ്ങുകയാണ്. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നുണ്ട്. ഹോസാന, ദാവീദിന്റെ പുത്രൻ ഹോസാന എന്ന് ആർപ്പ് വിളിക്കുന്നുണ്ട്. അവർ കഴുതക്കുട്ടിയുടെ മുകളിൽ വസ്ത്രം വിരിച്ചു. വസ്ത്രമുള്ളവരെല്ലാം വഴിയിലയിൽ വസ്ത്രം വിരിച്ചു. കുറേ പേര് സൈത്തിൻ കൊമ്പുകൾ പിടിച്ച് ആഘോഷമായി ജെറുസലത്തേക്ക് പോകുകയാണ്. അവർ വിളിച്ച് പറയുകയാണ്, ദാവീദിന്റെ പുത്രൻ ഹോസാന. കാരണം അവരുടെയൊക്കെ മനസ്സിൽ വലിയ ഒരു പ്രതീക്ഷയുണ്ട് യേശുവിനെക്കുറിച്ച്. റോമക്കാരുടെ അടിമത്തത്തിൽ നിന്ന്, ആധിപത്യത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനായിട്ടുള്ള ഒരു രക്ഷകനാണ് ക്രിസ്തു എന്നാണ് അവർ കരുതിയിരുന്നത്. ഒരു രാഷ്ട്രത്തിലെ മോചനമാണ് അവരാഗ്രഹിക്കുന്നത്. ഒരു രാഷ്ട്ര മോചകനായിട്ടാണ് അവർ ഈശോയെ കരുതിയിരുന്നത്. അങ്ങനെ കരുതി ആർപ്പ് വിളിച്ച് ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന ക്രിസ്തു. അപ്പോൾ ഈശോയ്ക്ക് തോന്നുകയാണ്, ഈ ജനമെല്ലാം അങ്ങനെ ആർപ്പ് വിളിക്കുമ്പോൾ ഒരു രാജാവിൻ്റെ പ്രൗഢിയിലല്ല എന്ന് വിചാരിച്ച് ഈശോ ഒരിക്കലും ഒരു കുതിരപ്പുറത്ത് പോയില്ല, അല്ലെ രഥം കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെട്ടില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അംഗീകാരവും ആദരവും ലഭിക്കുമ്പോൾ നമ്മൾ അന്ധരായി മാറിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് മറക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ചിലപ്പോൾ മറക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ അന്ധരായി മാറുവാനായിട്ടുള്ള സാധ്യതയാണ് ചിലപ്പോൾ ജനങ്ങളുടെ അംഗീകാരവും ആദരവുമെല്ലാം നമുക്ക് ലഭിക്കുമ്പോൾ. യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ വ്യതിചലിക്കുവാനായിട്ടുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈശോയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും നമ്മൾ കാണുന്നില്ല. ഈശോ കഴുതക്കുട്ടിയുടെ പുറത്ത് തന്നെയാണ് ജെറുസലമിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് യഹൂദരെയും ഫരിസരെയും ഒക്കെ അസ്വസ്ഥപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. ജനമെല്ലാം അവൻ്റെ കൂടെ പോകുന്നു, ഇനി നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു പരിദേവനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നമുക്ക് കാണാം. പക്ഷേ അതൊന്നും ഈശോ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈശോ അതൊന്നും പരിഗണിക്കുന്നില്ല. ഈശോ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടുന്ന് രാജാവാണെന്ന് തന്നെ വിളിച്ചു പറയുമ്പോൾ ആരെയും തടയുന്നില്ല. അവർ പറഞ്ഞു, ശബ്ദം വെക്കരുതെന്ന് അവരോട് പറയണം, ഈ ജനക്കൂട്ടത്തോട് പറയണം. ഈശോ പറഞ്ഞു, ഇങ്ങനെ ഇവരെ തടഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലുകൾ ആർപ്പ് വിളിക്കും. കാരണം അത് ഒരു സത്യമായ ഒരു കാര്യമാണ് ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവൻ അതിനെ അംഗീകരിക്കുകയാണ്. സത്യമായതെന്തും
അംഗീകരിക്കുവാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് യേശുവിനുണ്ട്. അതുകൊണ്ട് ഈശോ നമ്മോട് പറയുന്നു, സത്യമായതെല്ലാം അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അവിടെ ഈശോയ്ക്ക് എതിർപ്പുകളൊന്നുമില്ല. ദേവാലയത്തിലേക്ക് പ്രവേശിച്ച ഈശോ കാണുന്നത് അവിടെ കച്ചവടം നടത്തിയിരുന്ന ചില വ്യക്തികളെയാണ്. നമുക്ക് ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതിവിശുദ്ധ സ്ഥലമുണ്ട്. പിന്നീട് നിൽക്കുന്നത് ശുദ്ധരക്തമുള്ള യഹൂദന്മാർ നിൽക്കുന്ന ഇടമാണ്. അതിനുശേഷം സമരിയക്കാർ നിൽക്കുന്ന ഇടമാണ്, കലർപ്പുള്ള രക്തം ഉള്ളവർ നിൽക്കുന്ന സ്ഥലം. അതിനുശേഷമാണ് ബാക്കിയുള്ള ആൾക്കാർ നിൽക്കുന്നത്. ഏറ്റവും പുറകിലാണ് ഈ രോഗികളും വികലാംഗരുമായിട്ടുള്ള ആൾക്കാരൊക്കെ നിന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥലം. അവിടെ അവർക്ക് ആ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ വലിയ വരുമാനം ലഭിക്കുന്ന ഇടങ്ങളാണ്. യഹൂദരാണെങ്കിൽ നല്ല നേർച്ച കാഴ്ചകളൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഒന്നും കൊടുക്കുവാനായിട്ടില്ല. അവർ ഈ ദേവാലയത്തിൽ വന്ന് ദൈവത്തെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ടാണ് കടന്നു വരുന്നത്. അവിടെ വരുമാനം ഒന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് ആ സ്ഥലം ലേലത്തിന് കൊടുത്തിരിക്കുകയാണ്, കച്ചവടത്തിന് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കച്ചവടം ചെയ്യുന്നത് കൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി. ഇത് ഈശോയെ വേദനിപ്പിച്ചു എന്നുള്ള സത്യം. പലപ്പോഴും നമ്മൾ കേൾക്കുക, ഈശോ ചാട്ടവാറെടുത്തു, അവരെ അടിച്ചു പുറത്താക്കി. അങ്ങനെ വലിയൊരു വിപ്ലവകാരിയുടെ ചിത്രം നമ്മൾ പലരും വരച്ചു കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ പാവപ്പെട്ട മനുഷ്യൻ്റെ ഹൃദയത്തിലെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി അവർക്ക് നിന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള വലിയൊരു അവസരം സൃഷ്ടിക്കാനായിട്ടാണ് ഈശോ ശ്രമിച്ചത്. അതുകൊണ്ട് അവിടുന്ന് അവരെ ഭയപ്പെടുത്തുവാനായിട്ട് ചാട്ടവാറെടുത്തു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അടിച്ചു എന്ന് ഒരിക്കലും ബൈബിളിൽ പറയുന്നില്ല. ചാട്ടവാറെടുത്ത് അവിടെ നാണയമാറ്റക്കാരുടെ മേശകൾ അവിടെ നിന്ന് തട്ടിമറിക്കുകയാണ്. രാവിലെ വിൽക്കുന്നവരെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവാൻ ആവശ്യപ്പെടുകയാണ്. നാണയമാറ്റക്കാരെന്ന് പറയുമ്പോൾ ആ ദേവാലയത്തിലെ അവിടുത്തെ നാണയം മാത്രമേ ദേവാലയത്തിൽ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന നാണയങ്ങൾ ഈ നാണയമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ നേർച്ചപ്പെട്ടിയിൽ ഇടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് വലിയൊരു ബിസിനസ്സാക്കി മാറ്റുകയാണ്. അർഹതയില്ലാത്ത പല കാര്യങ്ങളും അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള വലിയ സത്യം ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അർഹതയില്ലാതെ സമ്പാദിക്കുന്നതൊന്നും അവരെല്ലാം തട്ടിമറിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ഓർക്കണം, അർഹതയില്ലാതെ നേടുന്നതൊന്നും അനുഭവിക്കുവാനായിട്ടുള്ള അവസരം നമുക്ക് ഉണ്ടാവുകയില്ല. അങ്ങനെ തട്ടിമറിച്ച പ്രാവുകളെ വിൽക്കുന്നവർ ഏറ്റവും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നത് പ്രാവുകളെ മേടിച്ചിട്ടുള്ളവരാണ്. ഏറ്റവും പാവപ്പെട്ടവരാണ് ഈ പ്രാവുകളെ കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നത്. വലിയ പണക്കാരൊക്കെ കാളകളെയും അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെ സമർപ്പിക്കും. പാവപ്പെട്ട മനുഷ്യരാണ് ചെങ്ങാലിപ്രാവുകളെ മേടിച്ച് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് അതിനെ എടുത്തുകൊണ്ട് പോകുവാനായിട്ടാണ് ഈശോ ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഈശോ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കാത്ത അവസ്ഥയിൽ ഈശോയുടെ ഹൃദയം വേദനിക്കുന്നു എന്നുള്ളതാണ് സത്യം. ആ ഒരു ധാർമ്മിക രോഷമാണ് ഈശോ അവിടെ പ്രകടിപ്പിക്കുന്നത്. സ്നേഹത്തിൽ നിന്ന് ഉയരുന്ന ധാർമ്മിക രോഷം. സ്നേഹത്തിൽ നിന്ന് ഉയരുന്ന ധാർമ്മിക രോഷത്തിനാണ് മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുക. സ്നേഹത്തിൽ നിന്ന് ഉതിർക്കുന്ന ധാർമ്മിക രോഷത്തിനാണ് മറ്റുള്ളവരിൽ ചലനമുണ്ടാക്കുവാൻ സാധിക്കുക. സ്നേഹത്തിൽ നിന്ന് ഉയരുന്ന ധാർമ്മിക രോഷത്തിനാണ് യഥാർത്ഥത്തിൽ ഫലങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുക. അവിടെ ഈശോയെ പിടിക്കുവാനായിട്ട് ആരും വന്നില്ല. ഈശോയെ അവിടെ ക്രൂശിക്കുവാനായിട്ട് ആരും വന്നില്ല. മാത്രവുമല്ല, ആർപ്പ് വിളിക്കുന്ന ജനത്തിൻ്റെ ആ അംഗീകാരത്തിലേക്കല്ല ഈശോ നോക്കിയത്. അവിടുന്ന് ആ ഒലിവ് മലയിൽ നിന്ന് ഈശോ കടന്നു വരികയാണ്. ആ ഒലിവ് മലയിൽ നിന്നുകൊണ്ട് ഈശോ നോക്കിയിട്ട് ജെറുസലേമിൽ നോക്കിയിട്ട് കരയുന്ന ഒരു രംഗമുണ്ട്. അതിൻ്റെ പതനമോർത്ത് അതിന് കല്ലുമേൽ കല്ലുകൾ ശേഷിക്കാത്ത രീതിയിൽ ഈ ദേവാലയം നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു രംഗമുണ്ട്. നമുക്ക് വിശുദ്ധ നാട്ടിൽ ചെന്നാൽ കാണാൻ കഴിയും. കണ്ണുനീരിൻ്റെ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, ദേവാലയമുണ്ട് അവിടെ. കാരണം ആ മലയിൽ നിന്ന് നോക്കിയാൽ ജെറുസലേം മുഴുവൻ കാണാം. ആ ജെറുസലത്തെ നോക്കിക്കൊണ്ട് കണ്ണീർ പൊഴിച്ച ദേവാലയമാണ് കണ്ണീർ ദേവാലയമായിട്ട് അറിയപ്പെടുന്നത്. ഈശോ കരയുകയാണ് ജെറുസലേമിനെ നോക്കിക്കൊണ്ട്. സമാധാനത്തിൻ്റെ ഈ അനുഭവങ്ങളെല്ലാം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ആ കാര്യം ഈശോ പ്രവചിക്കുകയാണ്. അപ്പോഴും ഈശോയുടെ ഹൃദയത്തിൽ വേദനയാണ്. ഈ ദേവാലയം എല്ലാം നശിപ്പിക്കപ്പെടുമല്ലോ, ഇവിടെയുള്ള കുഞ്ഞുങ്ങളും സ്ത്രീകളുമെല്ലാം വലിയ ദുരിതത്തിലേക്ക് കടന്നു വരുമല്ലോ എന്ന് കണ്ടുകൊണ്ട് ഈശോ കരയുന്ന രംഗമാണ്. അവിടെയും ഈശോയുടെ സ്നേഹത്തിൻ്റെ വലിയ അടയാളം നമ്മളവിടെ കാണുകയാണ്. മാത്രവുമല്ല, ഈ ആർപ്പുവിളികൾക്കിടയിലും അംഗീകാരത്തിനിടയിലും ഈശോയുടെ ദൗത്യം ഒരിക്കലും ഈശോ മറന്നുപോയില്ല. ഈശോ ആ ഒലിവ് മലയിൽ നിന്ന് പിന്നെ ഇറങ്ങുന്നത് നമുക്ക് കാണുന്നത് ഈശോയുടെ കാൽവരി മലയിലേക്കാണ്.
ദൈവപിതാവ് അവിടുത്തെ ഏൽപ്പിച്ച ദൗത്യം, അല്ലെങ്കിൽ സ്വർഗം കണ്ട ആ ദൗത്യം നിറവേറ്റുവാനായിട്ട് കാൽവരി കയറാൻ അവിടുന്ന് മടിച്ചില്ല. ഈ ആർപ്പ് വിളിച്ച ജനം, അതേ ജനം തന്നെ അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചപ്പോഴും അവിടുത്തേക്ക് നിലപാടിന് മാറ്റമില്ലായിരുന്നു. അവിടുത്തെ നിലപാടിന് മാറ്റമില്ലായിരുന്നു. കാരണം അവരെയും അനുഗ്രഹിക്കാനും അവരെയും ആശീർവദിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും ഈശോ കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാൽവരിയിൽ കാണുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള അവിടുത്തെ പ്രാർത്ഥനയും ആ സ്നേഹത്തിന് ഒരു മാറ്റവും വരാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഏത് ക്രൂരമായ നിമിഷങ്ങൾ ഈശോയ്ക്ക് സമ്മാനിക്കുമ്പോഴും ഈശോയുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മളെ അംഗീകരിക്കുന്നവരും നമ്മളെ ആദരിക്കുന്നവരുമൊക്കെ ഒരുപക്ഷെ എതിരാകുമ്പോൾ, മാത്രവുമല്ല ഏറ്റവും നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നവർ ഒരുപക്ഷെ നമ്മളെ എതിർക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം ഏറെ വേദനിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അങ്ങനെ വേദനിക്കുമ്പോൾ ശാപവാക്കുകളായിരിക്കാം അവരുടെ മേൽ നമ്മൾ ചൊരിയുന്നത്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ വാക്കുകളായിരിക്കാം നമ്മളിൽ നിന്ന് ഉതിർന്നു വീഴുന്നത്. പക്ഷേ ഈശോ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നു: അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും അങ്ങനെയുള്ള നിമിഷങ്ങളിലും നിലപാടുകൾക്ക് മാറ്റമില്ലാതെ, സ്നേഹത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ലാതെ ദൈവത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ടുള്ള വലിയ മനസ്സും സാഹചര്യവും ഈശോ ഒരുക്കുകയാണ്. അതാണ് ഈശോ ഈ ഓശാനയിൽ നമുക്ക് നൽകുന്ന സന്ദേശം. ആഘോഷങ്ങളും ആർഭാടങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ആ അവസ്ഥയിലും നമ്മുടെ നിലപാടുകൾക്ക് മാറ്റമില്ലാതെ, നമ്മുടെ ദൈവിക ചൈതന്യത്തിന് മാറ്റമില്ലാതെ, നമ്മുടെ ദൈവിക സ്വഭാവത്തിന് മാറ്റമില്ലാതെ തുടരുവാനായിട്ട് ഈശോ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ഈ ഓശാന ദിനത്തിൽ. അതുകൊണ്ട് ഈശോയുടെ ഈ രാജകീയ പ്രവേശനം നമുക്ക് നൽകുന്ന ഈ സന്ദേശത്തെ ഹൃദയത്തിൽ വഹിക്കുവാനായിട്ട് നമുക്കിടയാകണം. കാൽവരിയിൽ അവിടുന്ന് കടന്നു പോകുമ്പോഴും അവിടുന്ന് ആരെയും ശപിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ആരെയും അവിടുന്ന് മാറ്റി നിർത്തുന്നില്ല എന്ന് നമുക്കറിയാം. അവിടെയും വിളിച്ചു കരയുന്ന ആ നല്ല കള്ളൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അവനെയും പറുദീസയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഒരു സ്നേഹമാണ് നമ്മളവിടെ കാണുന്നത്. ആ സ്നേഹത്തിൻ്റെ പിന്നിലും, ഓരോ ധാർമ്മിക രോഷത്തിൻ്റെ പിന്നിലും സ്നേഹമാണെങ്കിൽ അവിടെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ ദൈവിക ചൈതന്യത്തിൽ നിന്നോ ദൈവിക സ്വഭാവത്തിൽ നിന്നോ മാറുവാനായിട്ട് സാധിക്കാത്ത തരത്തിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം: ഈശോയെ, നിൻ്റെ നിലപാടുകളോടൊപ്പമായിരിക്കുവാനായിട്ട് ഞങ്ങളെ അനുവദിക്കണമേ. ആഘോഷങ്ങളും അംഗീകാരങ്ങളും ആദരവും ഒക്കെ ലഭിക്കുമ്പോൾ ഞങ്ങൾ അന്ധരായി മാറുവാനായിട്ട് ഇടയാകാതിരിക്കട്ടെ. അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളും ഉത്തരവാദിത്വങ്ങളും സ്നേഹപൂർവ്വം നിറവേറ്റുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്നേഹത്തിൽ നിന്നായിരിക്കട്ടെ എല്ലാ തിരുത്തലുകളും എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. സ്നേഹത്തിൽ നിന്നായിരിക്കട്ടെ എല്ലാ മാറ്റം വരുത്തലുകളും എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. ദേവാലയ ശുദ്ധീകരണം അവിടുന്ന് നടത്തുമ്പോൾ പാവപ്പെട്ട മനുഷ്യന് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ ഹൃദയത്തിൽ നൊമ്പരമേറ്റെടുത്തുകൊണ്ട് അവിടുന്ന് ആ സ്ഥലം അവർക്കായി നൽകുകയാണ്. കർത്താവേ, ഞങ്ങളുടെ മനസ്സുകളിലും ബലഹീനരായ മനുഷ്യർക്ക്, പാവപ്പെട്ടവരായ മനുഷ്യർക്ക് ഇടം കൊടുക്കുന്ന ഹൃദയങ്ങളായി, മനസ്സുകളായി ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. കർത്താവേ, നിൻ്റെ കരുണ വീണ്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നീ ജെറുസലേമിനെ നോക്കി പ്രാർത്ഥിച്ച, കണ്ണുനീരോടെ പ്രവചിച്ച ആ സന്ദർഭങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ആ വേദന ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് അവിടുന്ന് കണ്ണുനീരോടെ ആ ജെറുസലേം നോക്കി വിലപിക്കുകയാണല്ലോ. തകർന്നു പോകുന്ന അനേക ജീവിതങ്ങളെ, അവരെ ഓർത്ത് കണ്ണുനീരൊഴുക്കാൻ, അവിടുത്തെ പക്കലേക്ക് സമർപ്പിക്കാൻ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ.